ഇടമലയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതുമൂലം പെരിയാർ കരകവിഞ്ഞതോടെ ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം ഒലിച്ചുപോയി. കർക്കിടക വാവു ദിവസം ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ ഒത്തുകൂടാറുള്ള ആലുവ മണപ്പുറത്തോടൊപ്പം ബലിതർപ്പണം നടക്കാറുള്ള പെരിയാറിലെ മറ്റു കടവുകളും വെള്ളത്തിനടിയിലായി. എന്നാൽ ബലിതർപ്പണ ചടങ്ങുകൾ തടസ്സം കൂടാതെ നടത്താനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. കടവ് വെള്ളത്തിൽ മുങ്ങിയതോടെ അധികൃതർ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. മണപ്പുറത്തേക്കുള്ള റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. തോട്ടയ്ക്കാട്ടുകര കവല മുതൽ മണപ്പുറം വരെയുള്ള റോഡിലാണ് ബലിതർപ്പണത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തർക്ക് വെള്ളത്തിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടവിൽ വടം കെട്ടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഭക്തരെ നിയന്ത്രിക്കാൻ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ മഴ കനക്കുകയോ ഇടമലയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറക്കുകയോ വേണ്ടിവന്നാൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തടസ്സം നേരിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ജസ്റ്റിന, കൊച്ചി, ഇന്ത്യ വിഷൻ.